ദേ ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിൽ ചിക്കൻ തോരൻ വെക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരയ്ക്കും കാണണം. ഞാൻ താമസിക്കുന്നത് ഞാൻ മധ്യ കേരളത്തിലാണെങ്കിലും ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ തെക്കൻ കേരളത്തിലായത് കൊണ്ട് തന്നെ അവിടുത്തെ കറികളും അവിടുത്തെ വിഭവങ്ങളും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പം നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ മിക്സിയിൽ അടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്തത്. അതെല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് തന്നെ ആവിയിൽ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വാടിക്കോട്ടെ. നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായി ചിരുകിയ തേങ്ങയിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം എരിവിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഒരുപാട് കോഴി കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിയൊക്കെ ഒരു മുട്ടയിടാത്ത സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഞാനും അച്ഛനും അത് കറി വെച്ച് കഴിക്കും. വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കോഴി എന്നല്ല എന്ത് സാധനവും കഴിക്കുന്നത് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. കോഴീനെ വെട്ടി ക്ലീൻ ആക്കുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏട്ടൻ ഭയങ്കര കരച്ചിലായിരിക്കും. അയ്യോ എൻ്റെ കോഴീനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കും. ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ആവശ്യമായ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർക്കേണ്ടത്. ചിക്കൻ എല്ലാം തന്നെ ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. എൻ്റെ ചെറുപ്പത്തിലേ അമ്മയ്ക്ക് കോഴി കൃഷി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ കോഴി ഇടുന്ന മുട്ടയെല്ലാം അമ്മ വലിയൊരു കലത്തിലാണ് ഇട്ട് വെക്കുന്നത്. എന്നിട്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഒരു കാക്ക മുട്ടയെല്ലാം എടുക്കാൻ വരും. അപ്പോൾ ആ മുട്ട കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഓരോന്ന് വാങ്ങിച്ച് തരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇതേ കഥ കേൾക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ ഉപ്പിടാൻ മറക്കല്ലേ. ചിക്കനിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അരമണിക്കൂർ മൂടി വെച്ച് വേവിക്കാം. ഇതേ അരമണിക്കൂറിന് ശേഷം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങയില്ലേ, അതാണ് ചേർക്കേണ്ടത്. അത് മുഴുവനായി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ കഥ കേൾക്കുന്നതിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ വിട്ടുപോകല്ലേ. ഈ കഥയിലെ ട്രാജഡി എന്തെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു 10-30ഓളം കോഴി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് കോഴിയൊക്കെ ചെല്ലുന്ന കണ്ടിട്ട് അവിടുത്തെ അയാൾ കോഴിക്ക് മുഴുവൻ വിഷം കൊടുത്തു. വിഷം കലർത്തിയ ചോറ് കഴിച്ച കോഴിയെല്ലാം നമ്മുടെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ മുൻപിൽ കിടന്നിട്ടാണ് പിടഞ്ഞു മരിക്കണം. ഞാനന്ന് കുട്ടിയായതുകൊണ്ട് എനിക്കത്ര വിഷമം അന്ന് തോന്നിയില്ല. പക്ഷെ അമ്മ അന്നത്തോടെ കോഴി കൃഷിയെല്ലാം നിർത്തി. ഇതേ കഥയൊക്കെ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് വെച്ച് നോക്കണം. അതിന്റെ കൂടെ കമന്റ്സ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.